Hi Kirat Jay and welcome back to my channel. 2025-26 SSCGയുടെ നോട്ടിഫിക്കേഷൻ നവംബർ മന്തിൽ വരുന്നതായിരിക്കും. SSCGക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ് ഏജ് കൗണ്ട് എത്ര മുതലായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയുടെയും ഏജ് ലിമിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. SSCGയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് കൗണ്ട് എന്ന് മുതലാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഓരോ കാറ്റഗറിയുടെയും ഏജ് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ആകുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ലാസ്റ്റ് ഇയർ എന്താണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇനി വരാൻ പോകുന്ന SSCGക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൽ കേഡറ്റ് ആണെങ്കിലും ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഏജിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഒരു ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, ഫുൾ കാണാനും പരമാവധി നിങ്ങൾ നോക്കണം. സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യവും മനസ്സിലാവത്തില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവിടെ പ്രീവിയസ് ഇയറിലെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാം. പക്ഷേ മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് ഇതിനെക്കുറിച്ച്. പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ. പ്രീവിയസ് ഇയറിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 2024 ഒക്ടോബർ മന്തിലാണ്. ഒക്ടോബർ മന്തിലാണ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ആയത്. നവംബർ 15 നോട്ടിഫിക്കേഷൻ ക്ലോസ് ആയി. എക്സാം സ്റ്റാർട്ട് ആയത് ജനുവരി ആൻഡ് ഫെബ്രുവരി മന്തിൽ എൻഡായി. ഈ ഒരു അപ്ഡേറ്റ് ആയിരുന്നു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ വന്നത്. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 23 ഏജ് ലിമിറ്റ്. ഇത് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ EWSൻ്റെയാണ്. പിന്നെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നത് 1/1/2025 മുതലാണ്. അതായത് 1 ജനുവരി 2025 മുതലാണ് പ്രീവിയസ് ഇയറിലെ ഏജ് കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ജനുവരി 2002 1 ജനുവരി 2007 ഇടയിൽ ജനിച്ച ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 2024-25 SSCGക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. ഈ രണ്ട് ഡേറ്റിനിടയിലും ആ ഒരു കേഡറ്റിൻ്റെ ഏജ് 18 ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കേഡറ്റിന് 2024-25 SSCGക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. മനസ്സിലായി? ഇനി നമുക്ക് നെക്സ്റ്റ് ഇയറിൽ, അതായത് ഇനി വരാൻ പോകുന്ന റാലിയിലെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കാം. നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്ന ആ കാര്യങ്ങൾ കൂടി നോക്കാം. ചിലപ്പോൾ കുറച്ച് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീഡിയോയുടെ അവസാനം വരെ എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് 2024-25 അപ്ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം 2025-26 നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നതിനെക്കുറിച്ച്. കലണ്ടറിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഒക്ടോബർ മന്തിലായിരുന്നു നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരേണ്ടുന്നത്. പക്ഷേ ഇതിന് മുന്നേ തന്നെ മറ്റു കുറച്ച് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് കൂടി ഉണ്ടായിരുന്നു. അതായത് ഡൽഹി പോലീസിൻ്റെ തന്നെ 4 ക്രൈറ്റീരിയയിലുള്ള, അതായത് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ജൂലൈ മന്തിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന് സെപ്റ്റംബർ മന്തിലായിരുന്നു. അതനുസരിച്ച് അവിടെ 1 മന്തിൻ്റെ എക്സ്റ്റെൻഡ് വന്നു. പിന്നെ അതനുസരിച്ചുള്ള പിന്നെ കുറച്ച് റീസൺ കൂടി വന്നപ്പോഴാണ് ഈ 1 മന്തിൻ്റെ ഒരു വേരിയേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അതേ രീതിയിൽ തന്നെ SSCGയുടെ ഈ 2025-26 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നവംബർ മന്തിലായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ നവംബർ 1st വീക്കോടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും എൻ്റെ ഒരു ഐഡിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 4 എന്തായാലും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ കുട്ടികളെ, നിങ്ങളിവിടെ കാണുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് SSC റിവീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏജിനെ കുറിച്ചുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് നിങ്ങളുടെ ഏജ് എപ്പോൾ മുതലാണ് കൗണ്ട് ചെയ്യുന്നത് ആ ഒരു മാറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അതിന് ഫസ്റ്റ് ക്വാർട്ടർ 6 months, സെക്കൻഡ് ക്വാർട്ടർ 6 months, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി എക്സാമിൻ്റെ കണക്കെടുത്തിട്ടാണ് നിങ്ങളുടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങളുടെ എക്സാം ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നത് 1 ജനുവരി 2026 മുതലായിരിക്കും. അതായത് ഏത് വർഷത്തെ നോട്ടിഫിക്കേഷനാണ് വരുന്നത്, അതായത് ഒരു വർഷം മുന്നേ ആയിരിക്കും നോട്ടിഫിക്കേഷൻ നടക്കുന്നത്. മനസ്സിലായി? ഫോർ എക്സാമ്പിളായിട്ട് 2026 നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിലും ആ ഒരു റാലി എന്ന് പറയുന്നത് 2025 ആയിരിക്കും. മനസ്സിലായോ? 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റാലി എന്ന് പറയുന്നത് 2024 ആയിരുന്നു. ഒരു വർഷം മുന്നത്തെ വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ജൂലൈ മന്തിനും ഡിസംബർ മന്തിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നത് 1 ആഗസ്റ്റ് 2026 മുതലായിരിക്കും. മനസ്സിലായോ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ. അപ്പോൾ നമ്മളുടെ
2025-26 നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മന്തിലായിരിക്കും. അപ്പോൾ എന്തായാലും ഏജ് കൗണ്ട് സ്റ്റാർട്ടാകുന്ന എത്ര മുതലായിരിക്കും? 1 ജനുവരി 2026 മുതലായിരിക്കും. അല്ലേ? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുൻ വർഷങ്ങളിലെ കുറച്ച് അപ്ഡേറ്റ് കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലാവും. SSCGD 2022 അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആയിരിക്കുന്നത് 2023 ജനുവരി 1 മുതലാണ് ഏജ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2023 അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2024 ജനുവരി 1-നാണ്. അതായത് 2024 ജനുവരി 1-ന് 18-നും 23-നും ഇടയിലുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. SSCGD 2023 അപ്ഡേറ്റ് എടുത്താൽ. SSCGD 2024 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025 ജനുവരി 1 മുതലായിരുന്നു. 2025 ജനുവരി 1-ന് 18-നും 23-നും ഇടയിൽ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനിയുള്ള ഡൗട്ടാണ് 2025-26 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഏജ് കൗണ്ട് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന നവംബർ മന്തിലാണ്. ഏജ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1 ജനുവരി 2026 മുതലാണ്. എന്താണ്? 1 ജനുവരി 2026 മുതലാണ് നിങ്ങളുടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അതായത് 1 ജനുവരി 2026-ന് ആപ്ലിക്കേറ്റിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 18-നും 23-നും ഇടയിലായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇത്രയും ഞാൻ സ്റ്റോറിയാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും. എങ്ങനെയാണ് അവിടെ ഏജ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫാക്ടേഴ്സ്, എന്താണ് അതിൻ്റെ പോയിന്റ്, ഏത് ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ബേസിക് കാര്യങ്ങളൊന്നും അറിയേണ്ട, ഏജ് ലിമിറ്റ് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്ന ടൈമിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കാസ്റ്റ് ജനറൽ അല്ലെങ്കിൽ EWS ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞാൽ 2 ജനുവരി 2003-ക്കും 1 ജനുവരി 2008-നും ഇടയിലായിരിക്കണം. ഈ ഡേറ്റിന് ഇടയിലും അതുപോലെ തന്നെ ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ പെടുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ. നിങ്ങളുടെ കാറ്റഗറി OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 ജനുവരി 2000-നും അതുപോലെ 1 ജനുവരി 2008-നും ഇടയിൽ ജനിച്ച കേഡറ്റ് ആയിരിക്കണം. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരാൻ പോകുന്നത് 2 ജനുവരി 1998-നും 1 ജനുവരി 2008-നും ഇടയിലായിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതനുസരിച്ച് നിങ്ങളിവിടെ ചെക്ക് ചെയ്യുക. ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് 2025-26 SSCGDക്ക് തയ്യാറെടുക്കാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അതായത് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള എല്ലാ കേഡറ്റിനും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി മലയാളത്തിലും ഇംഗ്ലീഷിലും SSCGDയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കും, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഫുൾ മോക്ക് ലഭിക്കും, അതുപോലെ തന്നെ പ്രീവിയസ് മോക്ക് ടെസ്റ്റ് ലഭിക്കും, മലയാളത്തിൽ മോക്ക് ടെസ്റ്റ് ലഭിക്കും, മിനി മോക്കും ലഭിക്കുന്നതായിരിക്കും. 100+ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ടെലിഗ്രാം പ്ലാറ്റ്ഫോമാണ്. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് ആന ഡിഫൻസ് അക്കാഡമി എന്ന വാട്സപ്പ് ചാനൽ. ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിനെയും കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ചാനലിൽ കൂടി. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ കൂടി നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. 2 പ്ലാറ്റ്ഫോം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നിടം വരെയെങ്കിലും. ഫൈനലി ഒരു എൻക്വയറി നമ്പർ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ഏത് ഡിഫൻസ് ഫോഴ്സിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് കറക്റ്റ് ടൈം ലഭിക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.